ഗുഡ് ഈവനിങ്. മറ്റൊരു പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിഫ്റ്റി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 174 പോയിൻറ്റ്സിൻ്റെ ഒരു മൈനർ സെൽ ഓഫാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട് നമ്മൾ കഴിഞ്ഞ 3-4 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പം നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിൻ്റെ അകത്താണ് തൊട്ട് മുമ്പത്തെ ആഴ്ച ഇരിക്കുന്നത്. ഓക്കെ, അതായത് 12th മെയ്യിൽ ക്രിയേറ്റ് ആയേക്കുന്ന ഒരു വീക്ക്ലി ക്യാൻഡലിൻ്റെ റേഞ്ചിൻ്റെ അകത്താണ് 19th മെയ്യുടെ ക്യാൻഡിൽ. ആൻഡ് അതിൻ്റെ അകത്താണ് ഏകദേശം 26th മെയ്, അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഴ്ചയുടെ ക്യാൻഡിൽ ഇരിക്കുന്നത്. മൈനർ ഡിഫറൻസസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ കണ്ട ഇവിടെ ഒരു മൈനർ ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയാമെന്നേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഉള്ളിലാണ് കുറച്ചും കൂടി പ്രോബിലിറ്റി. ലൈക്ക് ഇപ്പം നിലവിൽ ഒരു 72% ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു 72 എന്നുള്ള ഏകദേശം ഒരു 80% നല്ലൊരു ടെക്നിക്കൽ ചാർട്ട് എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ നിഫ്റ്റിയുടെ ബാക്കി വ്യൂവും കാര്യങ്ങളും നോക്കുക. നിഫ്റ്റി നിലവിലെ ഓൾമോസ്റ്റ് ഒരു 24,826 എന്ന റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് അത്യാവശ്യം ഒരു രാവിലത്തെ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മൈനർ ഗ്യാപ്പ്, ഒരു ന്യൂട്രൽ ഗ്യാപ്പ് ഡൗൺ എന്ന് വേണം നമുക്ക് പറയാം. ആൻഡ് പ്രീവിയസ് ഡേയുടെ ഹൈയുടെ ആ ഒരു ഏരിയയിൽ നിന്നാണ് അത്യാവശ്യം നിഫ്റ്റി ഒരു റിജക്ഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഞാൻ അധികം കൺസിഡർ ചെയ്യാത്ത ചില ഇൻസ്റ്റൻസുകളാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം മോർണിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഹ്യൂജ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ കൺഫ്യൂസിങ് പാർട്ട്, ഇപ്പോൾ 25,000 കോളിൻ്റെ റൈറ്റിംഗ് ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് ഒരു 1 CR അടുപ്പിച്ച് 20 കോൾ റൈറ്റിംഗ് ഉണ്ട്. ആൻഡ് പുട്ട് റൈറ്റിംഗ് അറൗണ്ട് 74 lakh ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് 24,500 ആണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പം ആ ഒരു റേഞ്ച് ഭയങ്കര കൂടുതലുമാണ്. അതുപോലെ നമുക്ക് ഒരു ക്ലിയർ അല്ലെങ്കിൽ എനിക്കൊരു ക്ലിയർ ഡയറക്ഷൻ എനിക്ക് നിഫ്റ്റിയിൽ അങ്ങനെ കിട്ടത്തുമില്ല. സോ ഞാൻ ഇങ്ങനത്തെ കേസുകളിൽ പൊതുവെ OI റീഡ് ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. ഓക്കെ, സോ ഞാൻ OI കൺസിഡർ ചെയ്യുന്നില്ല. കാര്യം എനിക്കിത് നോക്കിയിട്ടൊരു കറക്റ്റ് പിക്ചറോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ക്ലാരിറ്റിയോ എനിക്കിതിൽ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാം. നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ നോക്കുകയാണ്. നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു പോയിന്റ് നമ്മുടെ പ്രീവിയസ് ഡേയുടെ ലോയിൻ്റെ അടുത്ത് വരുന്നൊരു റേഞ്ചാണ് 24,000 ബിറ്റ്വീൻ 37 and 47, 24,737, ആ ഒരു 10 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച്. ആൻഡ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ പ്രീവിയസ് ഡേ ഹൈയുടെ ആ ഒരു ഏരിയ, പ്രീവിയസ് ഡേ ഹൈ ആൻഡ് കറണ്ട് ഡേ ഹൈയുടെ ഈ ഒരു റേഞ്ചാണ് ഇമ്പോർട്ടൻ്റ് ലെവൽസാണ്. നല്ല ഹ്യൂജ് റിജക്ഷൻസും മൾട്ടിപ്പിൾ തവണ സെൽ ഓഫുകൾ നമുക്ക് ആ ലെവലിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം വേറൊരു റേഞ്ച്, ഈ ഒരു സപ്പോർട്ട് ലെവൽ. ഓക്കെ, സോ ഈ 3 ലെവൽസാണ് നാളത്തേക്ക് ഞാൻ നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവൽസ് ഒരുപാട് കിട്ടും. പക്ഷേ നമുക്ക് കൺവിൻസബിൾ ആവുന്ന കുറച്ചും കൂടി ഹൈ പ്രോബിലിറ്റിയിൽ വരുന്ന ലെവലുകൾ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് അതിലേക്ക് വന്നില്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ നാളെ നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു 3 ലെവൽസാണത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയുടെ അറൗണ്ട് ഒരു 2% അല്ലെങ്കിൽ 2.5% താഴെയാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അത്യാവശ്യം കറൻ്റ്ലി വീക്ക്നെസ്സോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. വളരെ ഭയങ്കര വലിയ സ്വിങ്സാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. അതായത് ഓരോ ദിവസവും ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്യുന്ന റേഞ്ച് ഭയങ്കര, കഴിഞ്ഞ 2 ദിവസമല്ല, അതെ, ഇന്നലെയും ഇന്നും അത്യാവശ്യം നല്ല റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ന്യൂട്രൽ ക്ലോസിംഗ് ആണ് വന്നേക്കുന്നത്. അറൗണ്ട് ഒരു 1% അടുപ്പിച്ചുള്ള റേഞ്ച് ലാസ്റ്റ് 2 ഡേയ്സായിട്ട് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ന്യൂട്രൽ ക്ലോസിംഗ് അറൗണ്ട് ഒരു ബിലോ 0.5% രീതിക്കുള്ള ക്ലോസിങ്സ് ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മേജർലി ഓൾ ടൈം ഹൈഡ് അടുത്ത് കിടക്കുന്ന ലെവലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലെവലായിട്ട് ഈ ഒരു പോയിന്റ്. ഓക്കെ, ആൻഡ് വീണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ
ഐ തിങ്ക് കറണ്ട് ഡേ ലോ. ബാക്കി ടൈം ഫ്രെയിംസിലേക്ക് നമുക്ക് അങ്ങനെ ലെവൽസോ കാര്യങ്ങളോ നിലവിൽ ഇല്ല. സോ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഈ ഒരു 3 ലെവൽസാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും നാളത്തേക്ക് ഞാൻ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആസ് എ വ്യൂ. ഓക്കെ, കാര്യം ഞാൻ മോസ്റ്റ്ലി ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത് ആൻഡ് ഷോർട്ട് ടേം സ്വിങ്സ് ആണ് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇന്നത്തെ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യ വിക്സ്, ഞാൻ ഇന്ത്യ വിക്സ് നോക്കില്ല ഇന്ന്. ഇന്ത്യ വിക്സിന് അത്യാവശ്യം ഷൂട്ടപ്പ് ഉണ്ട്, 2.86% ഷൂട്ടപ്പ് ഉണ്ട്. ട്യൂസ്ഡേ ആണ്. മൺഡേ നമുക്ക് ഷൂട്ടപ്പ് ആസ് യൂഷ്വൽ ആണ്, എക്സ്പെക്റ്റഡ് ആണ് മൺഡേ ഉള്ള ഷൂട്ടപ്പ്. ബട്ട് ട്യൂസ്ഡേ ഷൂട്ടപ്പുകൾ കുറവാണ് കാണുന്നത്, വിച്ച് ഈസ് കുഴപ്പമില്ല. ആൻഡ് ഓൾമോസ്റ്റ് 18-ലൊക്കെയാണ് നല്ലൊരു വിക്സ് കിടക്കുന്നത്. സോ നമ്മൾ കുറച്ചും കൂടി ഒരു വോളട്ടൈൽ മാർക്കറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡയറക്ഷണൽ മൂവ്മെൻറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഡയറക്ഷണൽ മൂവ്മെൻറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ്ലി നിഫ്റ്റി ആണെങ്കിൽ തന്നെ നിഫ്റ്റിയിൽ ഒരു വീക്ക്ലി ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല സോളിഡ് മൂവ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് മൂവ് മേ ടച്ച് ഓൾ ടൈം ഹൈ. ഓക്കെ, ആൻഡ് നമ്മൾ ഇൻട്രാഡേയിലേക്ക് നമ്മുടെ നാളത്തെ സ്റ്റോക്കുകൾ ഞാൻ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുന്ന സ്റ്റോക്കുകളായിട്ടുള്ളത് നിലവിൽ ഉള്ളൊരു സ്റ്റോക്കാണ് അദാനി ഗ്രീൻ. അദാനി ഗ്രീൻ എടുക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രക്ചറാണ്, വളരെ ക്ലീൻ പ്രൈസ് ആക്ഷനാണ്. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള പാറ്റേൺസും കാര്യങ്ങളും അദാനി ഗ്രീനിലും ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ഗുഡ് പ്രൈസ് ആക്ഷൻ. അധികം കോംപ്ലിക്കേറ്റഡ് അനാലിസിസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 2 ട്രയാങ്കിൾ പാറ്റേൺസിൻ്റെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ട് നെക്സ്റ്റ് ട്രയാങ്കിൾ പാറ്റേൺ ഫോമിംഗ് ആണ്. സോ ഒന്നെങ്കിൽ ഈ അപ്സൈഡ് മൂവ് അല്ലെങ്കിൽ ഈ ഒരു എന്ത് പറയുന്നു ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ബ്രേക്ക്ഔട്ടൊക്കെയാണ് മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അദാനി ഗ്രീനിൽ. ആൻഡ് അടുത്തായിട്ട് വരുന്നത് SBI കാർഡാണ്. SBI കാർഡ്സിൽ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ലെവൽസാണ്, നല്ലൊരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് നിലവിൽ നിൽക്കുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് അപ്രോച്ചിങ്ങുമാണ് SBI കാർഡ്സ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസിലേക്ക് SBI കാർഡ്സ് കറൻ്റ്ലി അപ്രോച്ചിങ്ങുമാണ്. ഇതിൽ വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പം ഇവിടെ ആ ഒരു ബ്രേക്ക്ഔട്ടിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പം മാർക്കറ്റ് പോകുന്ന ഒരു സ്പീഡ് അത്യാവശ്യം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ട്രെൻഡിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു അപ്സൈഡ് മൂവ് അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്. അത് ബ്രേക്ക്ഔട്ട് മുമ്പൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പൊതുവേ നമുക്ക് നല്ലതാണത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സൈഡസ് ലൈഫ് സയൻസസ് ആണ്. സൈഡസ് ലൈഫ് സയൻസ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക്ഔട്ടിൻ്റെയാണ്. ഈ ഒരു സിമ്പിൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിൻ്റെ ബേസിസിലാണ് സൈഡസ് ലൈഫ് സയൻസ് എടുക്കുന്നത്. നമുക്ക് അതായത് അനാലിസിസ് ഒന്നും അധികം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടിട്ടൊരു മാക്സിമം 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിൽ നമുക്ക് ആ ഒരു ചാർട്ടിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് എടുക്കും. ഒരുപാട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തെടുക്കും. സോ നമ്മളൊരു ചാർട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോഴോ വിത്തിൻ ഒരു മാക്സിമം ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം പിടികിട്ടി. എന്നാൽ ആ ഒരു സ്റ്റോക്ക് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനായിട്ട് ട്രെയിൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് RVNL ആണ്. ഓക്കെ, RVNL എടുക്കാനുള്ള കാര്യം, RVNL നല്ല ക്ലീൻ പ്രൈസ് ആക്ഷനാണ് RVNL കാണാൻ പറ്റുന്നത്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ആൻഡ് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനിലുമാണ് നിലവിൽ RVNL കിടക്കുന്നത്. ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നേരത്തെ പറ്റിയിട്ടുണ്ടായിരുന്നു RVNL, ബട്ട് സ്റ്റിൽ ഓക്കെ. ആൻഡ് ഈ ഒരു അപ്സൈഡ് മൂവിൽ ഞാൻ ഫിബ് നോക്കി നോക്കാം. ഫിബിൽ ഏകദേശം ഇല്ല ഫിബോട് നമുക്ക് വലിയ കാര്യമില്ല അവിടെ. എനിക്ക് പേഴ്സണലി ഫിബ് ചില കേസുകളിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, ബട്ട് ചില കേസിൽ എനിക്ക് അധികം കൺവിൻസിങ് ആയിട്ട് തോന്നാറില്ല ഫിബ്സ്. ഓക്കെ, ആൻഡ് ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ട്രേഡ് ചെയ്യാനോ റെക്കമെൻഡേഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു സെബി രജിസ്റ്റർ അനാലിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളുമാണ് നോക്കേണ്ടത്. ജസ്റ്റ് ലേണിംഗ് പേർപ്പസിനായിട്ട് മാത്രം കാണാം. ഓക്കെ, ആൻഡ് RVNL ലെവൽസ് ഈ 2 ലെവൽസാണുള്ളത്. ഡൗൺ സൈഡിലേക്കൊക്കെ ഒരു
ഈ ഒരു ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് 359 എക്സ്പെക്ട് ചെയ്യാം. അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് 439 ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് സെക്കൻഡ് റെസിസ്റ്റൻസ് അറൗണ്ട് 485 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മൂവിങ് ഓൺ ടു നിഫ്റ്റി. നമ്മൾ നിഫ്റ്റിയിൽ അത്യാവശ്യം വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിയിൽ നല്ല ബിൽട്ടപ്പ് കാണാൻ പറ്റുന്നുണ്ട്. റേഞ്ച് മാർക്കറ്റ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കുറച്ച് റേഞ്ച് കുറച്ചും കൂടി ടൈറ്റനായി വരുന്നുണ്ട് വീക്ക്ലി ബേസിസിൽ. സോ നിഫ്റ്റിയിൽ നമുക്ക് നാളെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് പോസിബിലിറ്റി ഉള്ളത്. കുറച്ചും കൂടി ക്ലിയർ വ്യൂ ഒക്കെ നമുക്ക് ഇന്നത്തെ ഡോ ജോൺസ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു നോക്കിയിട്ടേ അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് പറയാറുള്ളതുമാണ്. ഓക്കെ, സോ നമുക്ക് നാളെ വീണ്ടും നമുക്കൊരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വീണ്ടും കാണാം. താങ്ക് യു.